നമസ്കാരം. ഞാനെന്നുള്ളത് കോഴിക്കോട് തളി ക്ഷേത്രത്തിന്റെ അടുത്താണ്. ഇവിടെ ത്രാസ് ഇന്ത്യ എന്നൊരു സ്ഥാപനത്തിലാണ് നമ്മളുള്ളത്. നമ്മുടെ കൂടെ ഉള്ളത് ജ്യോതിഷർ അല്ലേ? ഇത് എത്ര വർഷമായി ഈ സ്ഥാപനം തുടങ്ങിയിട്ട്? ഞങ്ങൾ 28 വർഷമായി ത്രാസ് ഇന്ത്യ എന്ന സ്ഥാപനം തുടങ്ങിയിട്ട്. ഇവിടെ മെയിൻ ആയിട്ട് എന്താ ത്രാസ് മാത്രമാണോ ഉള്ളത്, അല്ലെങ്കിൽ വേറെ എന്തൊക്കെ എക്സസൈസ് ഉള്ളത്? ഞങ്ങള് ഈ തുടക്കം മുതൽ തന്നെ ഇലക്ട്രോണിക് ത്രാസുകൾ എല്ലാ തരത്തിലുള്ള ഇലക്ട്രോണിക് ത്രാസുകളും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അതുകൂടാതെ നമുക്ക് ബില്ലിങ്ങിന് നമ്മൾ ചെറിയ കഫേകള് റെസ്റ്റോറന്റിലൊക്കെ വേണ്ട ബില്ലിംഗ് സൊല്യൂഷൻസ്, ബില്ലടിക്കുന്നതിനുള്ള സാധനങ്ങൾ. അതുകൂടാതെ ഈ പാക്കിംഗ്, നമ്മൾ നല്ല പാക്കിംഗ് ഒക്കെ വേണ്ടി നമുക്ക് മാൻ സീലിംഗ് മെഷീൻ എന്ന് പറയും, അങ്ങനെയുള്ള നമ്മുടെ ഹാൻഡ് ഹെൽഡ് സീലർ, അങ്ങനെയുള്ള കുറെ മെഷീൻസ് അത് ചെയ്യുന്നുണ്ട്. കൂടാതെ നമ്മുടെ കറൻസി, നമ്മുടെ ഏറ്റവും കൂടുതൽ നമുക്ക് കള്ളനോട്ട് വരുന്ന ഒരു ഇഷ്യൂ ഉണ്ടല്ലോ, അപ്പൊ കള്ളനോട്ട് പിടിക്കുന്ന നോട്ട് കൗണ്ടിങ് മെഷീൻസ് ഇത് എല്ലാ റേഞ്ചിലുള്ളതും വലിയ വലിയ ബാങ്കുകൾ യൂസ് ചെയ്യുന്ന, സാധാരണ വീടുകളിൽ മുതൽ വലിയ വലിയ ബാങ്കുകൾ യൂസ് ചെയ്യുന്ന എല്ലാ മെഷീൻസും ഞങ്ങൾ ചെയ്യുന്നുണ്ട്. അങ്ങനെ നമ്മൾ അവിടെ കണ്ടപ്പോൾ അങ്ങനെ വന്ന് ചെയ്യാന്ന് വെച്ചാൽ അപ്പൊ നമുക്ക് അതിനെ പറ്റി ഡീറ്റെയിൽ ആയിട്ട് നോക്കാം. ഇങ്ങനെ പറഞ്ഞാൽ നമുക്ക് ഓരോ മെഷീൻസിനെ പറ്റിയിട്ടുള്ള സ്പെക് ആയിട്ട് പറയുമ്പോഴാണ് തീർച്ചയായിട്ടും അപ്പൊ നോക്കുന്നത്. ക്ലാസ്സിൽ നമ്മൾ കൊമേഴ്ഷ്യൽ സ്റ്റാർട്ട് ചെയ്യുന്നത് ഈ മോഡലാണ്. ഇത് നമ്മുടെ സാധാരണ കുഞ്ഞു പാക്കിംഗ് യൂണിറ്റുകൾ, അതേപോലെ തന്നെ ചെറിയ ചെറിയ കുഞ്ഞു ഷോപ്പുകൾ, അവർക്കൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന മെഷീനാണ്. 10 കിലോ 20 കിലോ 30 കിലോ റേഞ്ചിലൊക്കെ ഈ മെഷീൻ വരുന്നത്. മാക്സിമം എത്ര വരെ? മാക്സിമം നമുക്കത് 30 കിലോ വരെ നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ടുള്ള, നമുക്ക് എവിടെയും കൊണ്ടെടുക്കാൻ പറ്റുന്ന ചില പോർട്ടബിൾ ആയിട്ടുള്ള ഒരു സ്കെയിലാണിത്. ഓക്കെ, ഇതിന് നമുക്ക് ജസ്റ്റ് ഇതിന് മുകളിൽ സാധനം വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ വെയിറ്റ് അറിയാൻ പറ്റും, കൃത്യമായിട്ട് വെയിറ്റ് നമുക്ക് അറിയാൻ പറ്റും. കൂടാതെ കറണ്ട് പോയി കഴിഞ്ഞാൽ ബാറ്ററി ബാക്കപ്പും വരുന്നുണ്ട്. എത്ര ടൈം ബാറ്ററി ബാക്കപ്പ് കിട്ടും? നമുക്ക് ഒരു 6 മണിക്കൂറൊക്കെ ഇതിൽ ബാറ്ററി ബാക്കപ്പ് കിട്ടും. നമുക്ക് 6 മണിക്കൂർ നമുക്ക് സുഖമായിട്ട് നമുക്ക് മെഷീനിൽ വർക്ക് ചെയ്യാൻ വേണ്ടി പറ്റും. ഈ മെഷീൻ ആണെങ്കിൽ ഇപ്പോൾ ഇത് അതിന്റെ ഹയസ്റ്റ് മോഡലാണ്. ഇത് നമ്മള് ഡിജിറ്റൽ ബെഞ്ച് സ്കെയിൽ എന്നാണ് പറയുക. ഇതിന്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കമ്പ്യൂട്ടറും കാര്യങ്ങളൊക്കെ വരുന്ന ഇതിലാണ്. നമ്മുടെ ഒരു സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ പാന് വരുന്നുണ്ട്. കൂടാതെ നമ്മുടെ സെൻസറാണ് ഇത്. സെൻസർ എലിയൊക്കെ കടിക്കാതിരിക്കാൻ വേണ്ടി ഒരു പ്രൊട്ടക്ഷൻ വരുന്നുണ്ട്. അത് കൂടാതെ ATM ടൈപ്പ് കീപാഡ് ആണ് വരുന്നത്. അപ്പൊ നമ്മുടെ ഓരോ സാധനം നമ്മൾ പേ ചെയ്യുമ്പോഴും നമുക്ക് അതിന് വില അടിച്ചു കൊടുക്കാൻ വേണ്ടി പറ്റും. കിലോന് 50 രൂപയാണെന്നുണ്ടെങ്കിൽ 240 ഗ്രാമിന് 12 രൂപ, അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് ഇതിന്റെ വിലയെ അറിയാൻ വേണ്ടി പറ്റും. അതാണ് ഈ ബെഞ്ച് പ്രൈസ് കമ്പ്യൂട്ടിംഗ് മെഷീന്റെ പ്രത്യേകത. ഏറ്റവും കൂടുതൽ ഞങ്ങൾ വിൽക്കുന്ന മെഷീൻ്റെ ഒന്നാണ് ഇത്, നമ്മുടെ ബെഞ്ച് സ്കെയിൽ എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് 4900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. പല മോഡൽസ് ഉണ്ട് ഇതിന്റെ, ഡിഫറെന്റ് മോഡൽസ് ഉണ്ട്. 5900 ഉണ്ട്, 4900 ഉണ്ട്, പല റേഞ്ച് വരുന്ന മെഷീൻസ്. ഈ മെഷീൻ എത്ര റേറ്റ് വരും? കണ്ട മെഷീൻ ഇതാണെങ്കിൽ ഇതിൽ നമുക്ക് 4900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 4900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഓക്കെ, അടുത്ത മോഡൽ ഏതാ വരുന്നത്? അതെ, ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ്. അപ്പൊ നമ്മുടെ ഉപയോഗത്തിനനുസരിച്ചുള്ള വ്യത്യസ്തങ്ങളായ മെഷീനുകളുണ്ട്. ഇത് നമ്മുടെ മീൻ ഷോപ്പ് പീടികകള്, അല്ലെങ്കിൽ മീറ്റ് ഷോപ്പുകൾ, ഓയിൽ ഷോപ്പുകൾ, അവർക്കൊക്കെ ഏറ്റവും അനുയോജ്യമായ മെഷീനാണ്. ഇത് സ്റ്റെയിൻലെസ് സ്റ്റീൽ ആണ് നമ്മൾ മെഷീൻ ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പൊ സ്റ്റെയിൻലെസ് സ്റ്റീൽ ആകുമ്പോൾ നമുക്ക് അത്ര പെട്ടെന്ന് വെള്ളം വന്നു കഴിഞ്ഞാലും അത്ര പെട്ടെന്ന് തുരുമ്പൊന്നും പിടിക്കില്ല. അപ്പൊ മാത്രമല്ല സ്റ്റെയിൻലെസ് സ്റ്റീൽ ആയതുകൊണ്ട് തന്നെ ഫുഡ് ഗ്രേഡ് ആണ്, കുറച്ചുകൂടി നല്ല മെഷീനാണ് കാണുന്നതിനും. ഈ മെഷീനിൽ നമുക്ക് നേരത്തെ പറഞ്ഞ മെഷീൻ്റെ എല്ലാ ഫീച്ചേഴ്സും കിട്ടും. അതോടൊപ്പം തന്നെ സ്റ്റെയിൻലെസ് സ്റ്റീലിന്റെ എല്ലാ ഉപയോഗവും കിട്ടും. നമുക്ക് 50 രൂപ കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ റേറ്റും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതിനൊക്കെ എത്ര വർഷം വാറണ്ടി? ശരിക്കും ഇതൊക്കെ നമ്മൾ 1 year ആണ് വാറണ്ടി കൊടുക്കുന്നത്. ഈ മെഷീൻസ് ഒക്കെ നമ്മുടെ സൈറ്റിൽ വന്നിട്ട് റിപ്പയർ കൊടുക്കും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമ്മുടെ മെഷീൻ കംപ്ലൈൻസോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ലീഗൽ ഫോർമാലിറ്റി കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ സൈറ്റിൽ വന്നിട്ട് തന്നെ റിപ്പയർ കൊടുക്കും. ഇതേതാ മോഡൽ വരുന്നത്? അതെ, നമ്മൾ നേരത്തെ കണ്ട ബെഞ്ച് സ്കെയിൽ നമ്മൾ കണ്ടല്ലോ. അപ്പൊ അതിന് എപ്പോഴും കസ്റ്റമർ ചോദിക്കുന്ന കാര്യമാണ്, ഇതിന് പ്രിന്റ് ഉണ്ടോ? കസ്റ്റമർക്ക് ബില്ല് കൊടുക്കണോ വേണം. അപ്പൊ ഇന്ത്യയിൽ ആദ്യമായിട്ടാണ് ഈ ബെഞ്ച് സ്കെയിലിന് പ്രിന്റിംഗ് വരുന്നത്. ഈ പ്രിന്റിംഗ് വരുന്ന മെഷീനാണിത്. നമുക്ക് സിമ്പിൾ ആയിട്ട് ഐറ്റം വെക്കാം. പച്ചക്കറി ഷോപ്പിൽ, ഇറച്ചിക്കടകളിലൊക്കെ നമുക്ക് എളുപ്പത്തിൽ ഉപയോഗിക്കാൻ വേണ്ടി പറ്റും. നമ്മൾ ഐറ്റം സെലക്ട് ചെയ്യാം. നമുക്ക് ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ജസ്റ്റ് അതിന്റെ ബില്ലും കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് അതിന്റെ ബില്ലും കിട്ടും. വളരെ ചെറിയ ഒരു ബഡ്ജറ്റിൽ വരുന്ന ഒരു മോഡലാണിത്. അതേപോലെ തന്നെ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഫിഷ്, ഓയിൽ ഷോപ്പുകൾ, മീറ്റ് ഷോപ്പുകൾ സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്നതാണ്. ഇത് ഫുൾ സ്റ്റെയിൻലെസ് സ്റ്റീലാണ്. സ്റ്റെയിൻലെസ് സ്റ്റീൽ വരുന്ന പാസഞ്ചറിന്റെ ഒരു മോഡലാണ് ഇത് വരുന്നത്. ഇതേപോലെ തന്നെ നമുക്ക് ഈ ഉപയോഗങ്ങളെല്ലാം ഇതിൽ നടക്കും. ബില്ലും കാര്യങ്ങളെല്ലാം നമുക്ക് ഇതിൽ കിട്ടും. പൈസ എത്ര വരുന്നത്? ഇത് നമ്മുടെ ഒരു 11,500 റേഞ്ചിലൊക്കെ നമുക്ക് ബില്ല് വരുന്ന മെഷീൻസ് നമുക്ക് അവൈലബിൾ ആണ്. ഈ ത്രാസ് എങ്ങനെയാ വരുന്നത്? അതെ, ത്രാസ് നമ്മുടെ ഓരോ ഉപയോഗത്തിനനുസരിച്ചാണ്. നമ്മൾ ഉപയോഗിക്കുന്ന സ്ഥലം, മാക്സിമം കപ്പാസിറ്റി നമുക്ക് എത്ര വേണം, നമ്മൾ തൂക്കുന്ന സാധനം എന്താണ്, ആക്യുറസി എത്ര വേണം, അതെല്ലാം അനുസരിച്ച് വ്യത്യസ്തങ്ങളായ ത്രാസുകളുണ്ട്. ഇത് നമ്മുടെ ഫ്ലോർ സ്കെയിൽ എന്ന് ഞങ്ങൾ പറയാം. ചിക്കൻ സ്കെയിൽ എന്ന് ആൾക്കാർ പറയാറുണ്ട്. ഇത് ഡിഫറെന്റ് സൈസ്, 250x250 മില്ലിമീറ്റർ, അതേമാതിരി 300x300, അത് നമുക്ക് ഡിഫറെന്റ് സൈസിലുള്ള മീറ്ററാണ്. ഇത് നമുക്ക് 40 സെന്റിമീറ്റർ 40 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ 50 സെന്റിമീറ്റർ. ഇനി ഇതിൽ നമുക്ക് സ്റ്റീലൊക്കെ തൂക്കുകയാണെങ്കിൽ 1 മീറ്റർ ഉണ്ട്, 1 മീറ്റർ, 1.2 മീറ്റർ ഉണ്ട്, 1.2 മീറ്റർ, അങ്ങനെ വലിയ ഏത് ആവശ്യത്തിനുള്ള മെഷീൻസും നമുക്ക് അവൈലബിൾ ആണ്. നമുക്ക് വെയിറ്റ് വന്നിട്ട് 30 കിലോ മുതൽ നമുക്ക് 1 ടണ്ണിന്റെ വരെ മെഷീൻസ് അവൈലബിൾ ആണ്. ഇത് 30 കിലോ, 30 കിലോ, 50 കിലോ, 100 കിലോ, 300 കിലോ വരെ താഴ്ത്തി നമുക്ക് 300 കിലോ വരെ വെയിറ്റ് ചെയ്യാൻ പറ്റും. കൃത്യമായ ആക്യുറസി, 50 ഗ്രാം ആക്യുറസിയിൽ നമുക്ക് നമ്മുടെ വെയിറ്റ് ഒക്കെ എടുക്കാൻ വേണ്ടി പറ്റും.
ഇതെങ്ങനെയാ റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇത് നമുക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് 3900 മുതലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. നമുക്ക് ഓരോ മെഷീൻസിന്റെയും അതിന്റെ നമ്മൾ ഉപയോഗിക്കുന്ന മെറ്റീരിയൽ, അത് നമ്മുടെ സ്ക്വയർ പൈപ്പ് ആണോ അല്ലെങ്കിൽ ആംഗ്ലർ ആണോ, അങ്ങനെ നമ്മുടെ ഓരോ ഉപയോഗത്തിനനുസരിച്ച് ഇതിനൊക്കെ റേറ്റ് മാറിക്കൊണ്ടിരിക്കും. ഇതിൽ സ്റ്റീലിന്റെ ഉള്ളത്? തീർച്ചയായിട്ടും. ഇത് ചില ആളുകൾക്ക് ക്ലീൻ ആക്കാനൊക്കെ എളുപ്പം സ്റ്റീൽ ആണെന്ന് പറയും. അവർക്ക് സ്റ്റീലിൽ വരുന്ന ടോപ്പ് വരുന്ന മെഷീൻസും അവൈലബിൾ ആണ്. ഇതേ സൈസിൽ തന്നെ എല്ലാ മോഡൽസും നമുക്ക് ഇതിൽ വരുന്നുണ്ട്. സ്റ്റീലിലും വരുന്നുണ്ട് അല്ലേ? സ്റ്റീലിലും വരുന്നുണ്ട്. ടോപ്പ് സ്റ്റീലായിട്ട് വരുന്നുണ്ട്. ഇനി ചില ഫിഷിന്റെ ആളുകളെല്ലാം ഫുൾ സ്റ്റീലായിട്ട് വേണമെന്ന് പറയും. ഇതെല്ലാം ഫുൾ സ്റ്റീലാണ്. SS204 വരുന്നുണ്ട്. അങ്ങനെ നമുക്ക് എന്താണോ ആവശ്യം, അതിനുള്ള എല്ലാ തരം മെഷീൻസും വരുന്നുണ്ട്. നമ്മുടെ ഇസ്ലട്രോണിക്സ് എന്ന് പറയുന്നത് ബേസിക്കലി നമ്മുടെ ഒരു മാനുഫാക്ചേഴ്സ് ആണ്. ഞങ്ങൾ തന്നെ മാനുഫാക്ചേഴ്സ് ആണ്. കസ്റ്റമറുടെ എല്ലാ ആവശ്യങ്ങൾക്ക് വേണ്ട മെഷീൻസും ഞങ്ങൾക്ക് തന്നെ ഇവിടെ ചെയ്യാൻ വേണ്ടി പറ്റും. നിങ്ങളുടെ ഷോപ്പ് ഇവിടെ അല്ല വേറെ എവിടെയൊക്കെ ഉള്ളത്? ഞങ്ങൾക്ക് ഇവിടെ അല്ലാതെ കോഴിക്കോട് നമുക്ക് കൊയിലാണ്ടിയിലുണ്ട്, വടകരയുണ്ട്, കണ്ണൂരും അതേപോലെ തന്നെ കാഞ്ഞങ്ങാടും ഞങ്ങളുടെ ഫ്രാഞ്ചൈസീസ് വർക്ക് ചെയ്യുന്നുണ്ട്. എറണാകുളത്ത് ഞങ്ങളുടെ ഹെഡ് ക്വാർട്ടേഴ്സ് വരുന്നുണ്ട്. തിരുവനന്തപുരം സൈഡിൽ അങ്ങോട്ടേക്കുണ്ടോ? അവിടെയൊക്കെ ഞങ്ങളുടെ മൊത്തത്തിൽ ഞങ്ങളൊരു നെറ്റ്വർക്ക് ഉണ്ട്. ഞങ്ങളുടെ സുഹൃത്തുക്കളായിട്ടും ഞങ്ങളുടെ ഫ്രണ്ട് പാർട്ട്നേഴ്സ് ഒക്കെ ആയിട്ടുള്ള ഞങ്ങൾക്ക് നെറ്റ്വർക്ക്. അവിടെയുള്ള ആൾക്കാരൊക്കെ കേരളത്തിൽ എവിടെയാണെങ്കിലും മെഷീൻസ് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് സപ്ലൈ ചെയ്യാൻ പറ്റും. ഇതൊക്കെ വ്യത്യസ്തങ്ങളായ ത്രാസുകൾ തന്നെയാണ്. പ്ലാറ്റ്ഫോം സ്കെയിലാണ് പറയാം. നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് നമുക്ക് ഇതേപോലെ തന്നെ 30 സെന്റിമീറ്റർ നീളം, 30 മുതൽ 40 സെന്റിമീറ്റർ, 50 സെന്റിമീറ്റർ, 60 സെന്റിമീറ്റർ, 1 മീറ്റർ, ഇങ്ങനെ വ്യത്യസ്തങ്ങളായ രീതിയിലുള്ള പ്ലാറ്റ്ഫോം സ്കെയിലുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. ഇതിൽ തന്നെ നമ്മുടെ ഫിഷ്, മീറ്റ് ഒക്കെ ചെയ്യുന്ന വേണ്ടിയിട്ട് ഫുള്ളി സ്റ്റെയിൻലെസ് ആയിട്ടുള്ള മെഷീൻസും അവൈലബിൾ ആണ്. പിന്നെ ഈ മെഷീനൊക്കെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ, സന്ദർഭങ്ങളൊക്കെ നമുക്ക് ഈ സ്റ്റീലൊക്കെ തൂക്കുന്ന സ്ഥലത്ത് അവർക്ക് ഡിസ്പ്ലേ ദൂരത്ത് വെക്കേണ്ടി വരും. അപ്പോൾ ഈ കേബിൾ അടിച്ച് കൊണ്ടുപോകുക എന്നൊക്കെ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. ഇതെല്ലാം പൂർണ്ണമായിട്ടും ഡിസ്പ്ലേ വർക്ക് ചെയ്യുന്നത് നമ്മുടെ വയർലെസ് ആയിട്ട് വർക്ക് ചെയ്യുന്ന ഡിസ്പ്ലേ ആണ്. ഇതൊക്കെ പല നമ്മുടെ ഒരു യൂണിക്നെസ് ആണ് ഇതെല്ലാം. അപ്പൊ നമുക്ക് സ്റ്റീലൊക്കെ തൂക്കുന്ന സ്ഥലങ്ങളാണെങ്കിൽ ചിലപ്പോൾ അവരുടെ കൗണ്ടർ വെച്ച് ദൂരത്തായിരിക്കും. 50 മീറ്റർ വരെ നമുക്ക് ഇത് വേറെ ഒരു എതിർപ്പൊന്നും ഇല്ലാണ്ട് വളരെ പ്രശ്നങ്ങളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് എത്തും ഈ മെഷീനിൽ. ഇതിപ്പോ എത്ര ടൺ തൂക്കാം അതിലൊക്കെ? ഈ മെഷീനൊക്കെ 50 കിലോ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. 50 കിലോ, 100 കിലോ, 300 കിലോ, പിന്നെ നമ്മുടെ സൈസ് കൂടുന്നതിനനുസരിച്ച് 500 കിലോ, 1000 കിലോ, 2000 കിലോ, അങ്ങനെ നമ്മുടെ എന്താണോ നമ്മുടെ ആവശ്യം അതിനുള്ള എല്ലാ തരം ത്രാസുകളും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. നമ്മളെ ഈ സ്റ്റീലിന്റെ ഒക്കെ കമ്പനികളിലൊക്കെ അവരൊക്കെ സാധാരണ രീതിയിൽ 1000 കിലോയുടെ മെഷീനാണ് ചില ആൾക്ക് 2000 കിലോയുടെ മെഷീൻ യൂസ് ചെയ്യാം. അതൊക്കെ നിങ്ങൾ കൊടുക്കുന്നു? അതെ, ഞങ്ങളുടെ റെഗുലർ കസ്റ്റമേഴ്സ് ആയിട്ട് ഒത്തിരി പേര് ഞങ്ങൾക്ക് മാർക്കറ്റിലുണ്ട്. ഈ മോഡൽ ഏതാ വരുന്നത്? ഇത് നമ്മുടെ കൊമേഴ്ഷ്യൽ ആയിട്ടുള്ള നമ്മുടെ ഹെൽത്ത് സ്കെയിലാണ്. നമ്മുടെ വെയിറ്റ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള സ്കെയിലാണ്. കൃത്യമായിട്ട് നമ്മുടെ വെയിറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇതിൽ അറിയാൻ വേണ്ടി പറ്റും. ഇത് എത്ര സ്റ്റാർട്ടിങ് എത്ര വരുന്നത്? ഇത് ബേസിക് സ്കെയിൽ വന്നിട്ട് നമുക്ക് ഒരു 500+ ഓൺവേർഡ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചുകൂടി സ്ട്രോങ് ആയിട്ടുള്ള മെഷീനാണ്. അത് 2000 രൂപ, 2500 റേഞ്ച് വരും. ഈ സ്കെയിൽ എങ്ങനെയാ വരുന്നത്? അതെ, ഇത് നമ്മൾ ലേറ്റസ്റ്റ് ആയിട്ടുള്ള ബാർകോഡ് സ്കെയിലാണ് വരുന്നത്. നമ്മുടെ സൂപ്പർ മാർക്കറ്റിലൊക്കെ നമ്മൾ കൂടുതൽ കാണുന്ന നമ്മുടെ അവിടെ ബാർകോഡ് ജനറേറ്റ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന മെഷീനാണ്. അപ്പൊ നമ്മൾ പച്ചക്കറി കൗണ്ടറിലോ അല്ലെങ്കിൽ അരി അവിടെയൊക്കെ പോയി നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ഐറ്റം വെച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ ഐറ്റം സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ ഈ ക്യൂ നമുക്ക് ബാർകോഡ് ജനറേറ്റ് ആവും. ഐറ്റത്തിന്റെ പേര്, കാര്യങ്ങളെല്ലാം ഓട്ടോമാറ്റിക് ആയിട്ട് ജനറേറ്റ് ആവും. നമുക്ക് നമ്മുടെ കൗണ്ടറിൽ കൊണ്ടുപോയി സ്കാൻ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിന്റെ പിന്നെ ഡീറ്റെയിൽസ് എല്ലാം കമ്പ്യൂട്ടറിലേക്ക് ട്രാൻസ്ഫർ ആവും. ഓക്കെ. ഇതെന്താ റേറ്റ് വരുന്ന മെഷീൻ? ഇത് നമുക്ക് 23,900 + GST ആണ് വരുന്നത് ഇതിന്റെ മോഡൽ. ഓൺ ഓഫർ ഒക്കെ ഇതിലുണ്ടോ? അതെ, തീർച്ചയായിട്ടും ഓൺ ഓഫർ കഴിഞ്ഞ പ്രൈസ് ആണ് ഞാൻ ഈ പറയുന്നത്. ഓക്കെ, ഇതേതാ മെഷീൻ വരുന്നത്? ഇത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ഇന്റർനെറ്റ് സ്കെയിലാണ്. ഇതിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ വെജിറ്റബിൾ ഒക്കെ തൂക്കുന്ന ആളുകൾക്കൊക്കെ ഏറ്റവും ഷോപ്പ് നടത്തുന്ന ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് വരുന്നത് വെച്ചാൽ ഷോപ്പിൽ ഒരാളെ വെച്ച് പോകാൻ ബുദ്ധിമുട്ടായിരിക്കും. ഒരാളെ വെച്ച് പോകുമ്പോൾ നമുക്ക് ഒന്നാമത് വെജിറ്റബിൾ നമുക്ക് അധികം സ്റ്റോക്ക് മെയിൻറ്റെയിൻ ചെയ്യാൻ കഴിയില്ല. ചിലപ്പോൾ സാധനങ്ങൾ നമുക്ക് എന്താ പറയുക ബില്ല് നമുക്ക് കറക്റ്റ് എമൗണ്ട് കിട്ടണമെന്നില്ല. അങ്ങനത്തെ ബുദ്ധിമുട്ടുള്ള ആളുകൾക്ക് ഏറ്റവും യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീനാണ്. നമ്മുടെ സ്ഥാപനത്തിൽ എത്ര രൂപ കച്ചവടം നടന്നു എന്നുള്ള ഡീറ്റെയിൽസ് നിങ്ങളുടെ മൊബൈലിൽ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി പറ്റും. ഓരോ ഐറ്റം നമ്മൾ വെച്ച് നമ്മൾ ഓരോന്ന് പ്രിന്റ് എടുക്കുമ്പോഴും നമുക്ക് ഇതിന്റെ എല്ലാത്തിൻ്റെ പ്രിന്റ് കിട്ടുന്നത് മാത്രമല്ല ഓണറുടെ മൊബൈലിലേക്ക് ഈ ഡാറ്റ കംപ്ലീറ്റ് ഫെച്ച് ചെയ്യുകയും ചെയ്യും. അപ്പോൾ നമ്മൾ ലോകത്തിൽ എവിടെയാണെങ്കിലും നമ്മുടെ ഷോപ്പിന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് നമ്മുടെ മൊബൈലിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അപ്പോൾ നമ്മുടെ ഷോപ്പിൽ നടക്കുന്ന ബിസിനസ് എത്രയാണ്, അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ ഒരു ഇന്റർനെറ്റ് സ്കെയിലാണിത്. ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് 25,900 ആണ് ഈ മെഷീന് വില വരുന്നത്. 1 ഇയർ വാറണ്ടി ഉണ്ടാകും. കസ്റ്റമർ സൈറ്റിൽ വന്നിട്ട് നമ്മൾ സർവീസും കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്യും. ഇതൊരു യൂണീക്ക് ആയിട്ടുള്ള പ്രൊഡക്റ്റ് ആണ്. പോർട്ടബിൾ സ്കെയിലാണ്. നമുക്ക് കേബിളിന്റെ അതിപ്രസരമൊന്നും ഉണ്ടാവില്ല. നമ്മൾ കൃത്യമായിട്ടുള്ള വെയിറ്റ് നമുക്ക് വൈഫൈയിൽ നമുക്ക് ഇതിലേക്ക് അറിയാൻ വേണ്ടി പറ്റും. എനിക്ക് തോന്നുന്നില്ല കേരളത്തിൽ വേറെ ഏതെങ്കിലും ഷോപ്പുകളിലൊക്കെ ഇങ്ങനത്തെ മെഷീൻസ് അവൈലബിൾ ആണോ എന്നുള്ളത്. കാരണം കൃത്യമായിട്ട് നമുക്ക് വെയിറ്റും കാര്യങ്ങളെല്ലാം അറിയാൻ വേണ്ടി പറ്റും. നമുക്ക് കുറച്ച് ദൂരത്താണെങ്കിൽ പോലും നമുക്ക് ഡീറ്റെയിൽസും കാര്യങ്ങളെല്ലാം അറിയാം. എത്ര മീറ്റർ കിട്ടും? ഇത് ഏകദേശം ഒരു 15 മീറ്ററൊക്കെ നമുക്ക് ലെങ്ത് കിട്ടും. 15 മീറ്ററിലൊക്കെ നമുക്ക് കൃത്യമായിട്ട് നമുക്ക് വെയിറ്റും കാര്യങ്ങളെല്ലാം ഒരു കേബിളും ഇല്ലാത്ത നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇത് നമുക്ക് ഗോൾഡ്? അതെ, നമ്മുടെ ജ്വല്ലറികളിൽ യൂസ് ചെയ്യുന്ന മെഷീനാണിത്. ജ്വല്ലറികളിൽ നമ്മുടെ ഈ ബാങ്കുകളിലൊക്കെ യൂസ് ചെയ്യുന്ന മെഷീനാണിത്.
നമുക്ക് 10 മില്ലിഗ്രാം വരെ ആക്യുറസി കിട്ടുന്ന മോഡലാണ്. 600 ഗ്രാം, 1 kg, 2 kg ഡിഫറെൻറ്റ് സൈസിൽ നമുക്ക് കപ്പാസിറ്റിയിൽ മെഷീൻസ് അവൈലബിൾ ആണ്. കൂടാതെ തന്നെ നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള 1 മില്ലിഗ്രാം വരെ സെൻസ് ചെയ്യുന്ന മെഷീനാണിത്. അപ്പോൾ നമ്മുടെ സർക്കാർ പുതിയ നിയമങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. 1 മില്ലിഗ്രാം ഉള്ള ഗോൾഡിന് വില കൂടിയതുകൊണ്ട് 1 മില്ലിഗ്രാം വേണ്ട മെഷീൻസ് വേണം എന്നുള്ള രീതിയിൽ അതിന് നമ്മളൊരു കേസൊക്കെ വെച്ച് നമ്മൾ വിൻഷീൽഡൊക്കെ വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് വെയിറ്റ് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. ഇതിലിപ്പോൾ ഓൾറെഡി വിൻഷീൽഡ് ഇല്ല, ഇതേപോലത്തെ വിൻഷീൽഡ് വരും. അപ്പോൾ വിൻഷീൽഡ് വന്നു കഴിഞ്ഞാൽ കൃത്യമായിട്ട് നമുക്ക് വെയിറ്റും കാര്യങ്ങളെല്ലാം അറിയാൻ പറ്റുന്ന മോഡൽസ് ആണ്. ഇതൊക്കെ എങ്ങനെയാ റേറ്റ് ഒക്കെ എങ്ങനെയാ വരുന്നത്? ഇതെല്ലാം നമുക്ക് ഇപ്പോൾ 600 ഗ്രാമിൻ്റെയൊക്കെ 8,900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. വലുതൊക്കെ ആണെങ്കിൽ ഒരു 16-17 രൂപ റേഞ്ചിൽ വരുന്നുണ്ട്. ഇതെന്താ സംഭവം? ലഗേജ് സ്കെയിലോ? അതെ, ലഗേജ് സ്കെയില്. സാധാരണ നമ്മളൊരു ഫോറിൻ ട്രിപ്പിനൊക്കെ പോകുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ ടെൻഷൻ അടിക്കുന്നത് നമ്മുടെ ലഗേജ് വെയിറ്റ് കൂടുതലായിരിക്കും എന്നുള്ളതായിരിക്കും. എയർപോർട്ടിൽ എത്തുമ്പോഴായിരിക്കും നമ്മൾ അറിയുന്നത് നമ്മുടെ വെയിറ്റ് കൂടുതലാണ്, അവർ വലിയ എമൗണ്ട് ചാർജ് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അതിന് നമുക്ക് നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ നമ്മുടെ ലഗേജിനെ കൃത്യമായിട്ട് വെയിറ്റ് ചെയ്ത് കൃത്യമാക്കാൻ പറ്റുന്ന ഒരു മെഷീനാണിത്. വളരെ ചെറിയ പൈസയ്ക്ക് നമുക്കിതെല്ലാം അവൈലബിൾ ആണ്. ലെസ് ദാൻ 1000 റുപ്പീസിലൊക്കെ നമുക്കിത് അവൈലബിൾ ആണ്. എല്ലാ വീട്ടിലും ഉണ്ടായിരിക്കേണ്ട ഒരു സാധനമാണിത്, ലഗേജ് സ്കെയിൽ. ഇത് എന്താ സംഭവം? ഇന്ന് നമ്മുടെ വീടുകളിൽ ജ്വല്ലറി, സ്വർണ്ണത്തിനൊക്കെ ഭയങ്കര വില കൂടിയപ്പോൾ നമുക്ക് നമ്മുടെ ഓർണമെന്റ്സും കാര്യങ്ങളും കൃത്യമായിട്ട് തൂക്കാൻ പറ്റുന്ന ഒരു ജ്വല്ലറി സ്കെയിലാണ്. നമ്മുടെ വീടുകളിലൊക്കെ ഡൊമസ്റ്റിക് സ്കെയിലാണ്. ഇതൊക്കെ ഒരു 500 രൂപ റേഞ്ചിലൊക്കെ വരുന്ന മെഷീനാണ്. ഇതൊക്കെ നമ്മുടെ എല്ലാ വീടുകളിലും ആവശ്യമുള്ള ഒരു പ്രൊഡക്റ്റാണ്. നമുക്കത് തൂക്കാം. നമ്മുടെ വീട്ടിൽ നമ്മുടെ ഓർണമെന്റ്സും കാര്യങ്ങളും സിൽവർ, ഗോൾഡ് എല്ലാം നമുക്ക് തൂക്കാൻ വേണ്ടി പറ്റും. ഈ സ്കെയിൽ എന്താണെന്ന് വരുന്നത്? ഇത് നമ്മുടെ വീടുകളിലൊക്കെ യൂസ് ചെയ്യുന്ന കിച്ചൺ സ്കെയിലാണ്. നമ്മുടെ വീട്ടിൽ നമ്മൾ ഓരോ ദിവസം ഭക്ഷണം ഉണ്ടാക്കുമ്പോൾ വ്യത്യസ്തമായ ടേസ്റ്റ് ആണല്ലോ വരാറ്. അതിന് പകരം നമുക്ക് കൃത്യമായിട്ട് തൂക്കിയിട്ട് തന്നെ ചെയ്യാൻ വേണ്ടി പറ്റും. ഇതാണ് കിച്ചൺ സ്കെയിലാണ് വരുന്നത്. ഈ മെഷീന് 699 ആണ് MRP വരുന്നത്. ഞങ്ങളിപ്പോൾ സപ്ലൈ ചെയ്തുകൊണ്ടിരിക്കുന്നത് 199 ആണ്. ഓഫർ റേറ്റ് ആണ്. ഇത് അതിന്റെ ഡിജിറ്റലാണ്. നമ്മുടെ കിച്ചൺ സ്കെയിലും ഡിജിറ്റലാണ്. അത് നമുക്ക് പാല് വരെ നമുക്ക് ml നമുക്ക് അറിയാൻ വേണ്ടി പറ്റും, നമുക്ക് വെയിറ്റ് എടുക്കാൻ വേണ്ടി പറ്റും. അങ്ങനത്തെ കാര്യങ്ങൾ അറിയാൻ വേണ്ടി നമ്മൾ വീട്ടിൽ യൂസ് ചെയ്യുന്ന മെഷീനാണ് കിച്ചൺ സ്കെയിൽ. ഇതിപ്പോൾ വെയിറ്റ് വെച്ചാൽ കൃത്യമായിട്ട് കാണിക്കാം. അതെ, 2 kg അല്ലേ? ഇതൊക്കെ എന്താ റേറ്റ് വരുന്നത്? ഇതിന്റെ ചെറുത് മോഡൽ, വലിയ മോഡലുകളൊക്കെ ഉണ്ട്. ഇതിന്റെ ചെറിയ മോഡലാണെങ്കിൽ 599 സ്റ്റാർട്ട് ചെയ്യുന്നത്. അത് 1000+ വരും. ബില്ലിങ്ങില് സ്റ്റാർട്ടിംഗ് ആണ് ഈ മെഷീൻ. അതായത് ഇപ്പൊ ബില്ല് കൊടുക്കണം, നമുക്ക് എന്തൊരു കച്ചവടം നടക്കുമ്പോൾ ബില്ല് കൊടുക്കണം എന്നാണല്ലോ. അപ്പൊ നമുക്ക് റിപ്പോർട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ബില്ല് കൊടുക്കുമ്പോഴാണ് കണക്ക് കൃത്യമാകുന്നത്. അപ്പൊ അതിന്റെ ഏറ്റവും ചെറിയ നമുക്ക് ഒരു 7,900 ആണ് വരുന്നത്. ഓണത്തിന്റെ ഓഫർ ആയിട്ട് 6,900 രൂപ മാത്രമേ ഈ മെഷീന് വില വരുന്നുള്ളൂ. അതെ, തീർച്ചയായിട്ടും. അപ്പൊ നമ്മളിപ്പോ ഒരു ചെറിയ റെസ്റ്റോറന്റ്, ചെറിയൊരു കഫേ ആണെങ്കിൽ നമുക്ക് 12 രൂപയുടെ ചായ ഒരു 2 എണ്ണം, അതേപോലെ തന്നെ 15 രൂപയുടെ കടി നമുക്ക് ഒരു 4 എണ്ണം 5 എണ്ണം ഒക്കെ എത്ര എണ്ണം ഉണ്ട് നമുക്ക് അതിന്റെ റിപ്പോർട്ട് നമുക്ക് ഓരോന്നും നമുക്ക് കിട്ടും. വളരെ സിമ്പിൾ ആയിട്ട്, എത്ര ഒരു അറിവോ ഒന്നും ഇല്ലാത്ത ഒരാൾക്ക് പോലും നമുക്ക് ഇതിന്റെ റിപ്പോർട്ട് എടുക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന് ബില്ല് കൊടുക്കാൻ പറ്റും. ഈ മെഷീൻ എന്താ റേറ്റ് വരുന്നത്? ഇത് 7,900 ആണ് വരുന്നത്. ഇപ്പൊ നമ്മൾ ഓണത്തിന്റെ ഓഫറിൽ 6,900 രൂപയ്ക്കാണ് കൊടുക്കുന്നത്. ഇത് അടുത്ത മോഡലാണ് വരുന്നത് അല്ലേ? അതെ, തീർച്ചയായിട്ടും. ഇത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മോഡലാണ്. ഇത് സൺമി എന്ന് പറഞ്ഞൊരു ഇന്റർനാഷണൽ ബ്രാൻഡിന്റെ പ്രൊഡക്റ്റ് ആണ്. അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് ആർക്കും ഉപയോഗിക്കാൻ പറ്റും. ടച്ച് ആണ് ഡിസ്പ്ലേ വരുന്നത്. അപ്പൊ നമുക്ക് ഈ ചിത്രം നോക്കിയിട്ട് നമുക്ക് ജസ്റ്റ് നമ്മൾ ചിത്രം തൊട്ടാൽ മാത്രം മതി. ഇപ്പൊ നമുക്ക് ഒരു ജ്യൂസ് ആണെങ്കിൽ അത് നമുക്ക് വന്നു 2 പ്രാവശ്യം ഞെക്കി കഴിഞ്ഞാൽ 2 തവണ വരും. ഇനി നമുക്ക് എന്തൊക്കെയാണോ ഐറ്റംസ് ഉള്ളത് അത് നമുക്ക് ഇതേപോലെ പ്രിന്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് നമുക്ക് ബില്ല് കൊടുക്കാൻ പറ്റും. അതാണ് ഈ മെഷീന്റെ ഒരു പ്രത്യേകത വരുന്നത്. ഇതിന്റെ പ്രൈസ് എത്രയാണ് വരുന്നത്? ഇത് നമുക്ക് ഡിഫറെന്റ് മോഡലാണ്. ഒരു 25,000 ഓൺവേർഡ്സ് ഈ മെഷീൻസ് റേറ്റ് വരുന്നുണ്ട്. കൃത്യമായിട്ട് നമുക്ക് ബില്ല് കൊടുക്കാൻ വേണ്ടി പറ്റും. എല്ലാ സൗകര്യങ്ങളും, റിപ്പോർട്ട്സ് എല്ലാം എടുക്കാൻ പറ്റും. ഓരോ ഐറ്റംസ് നമ്മൾ എപ്പോഴൊക്കെയാണ് വിറ്റിരിക്കുന്നത്, ഓരോ ദിവസം നമുക്ക് എന്താണ് കൂടുതൽ കച്ചവടം നടക്കുന്നത്, അങ്ങനെ ഓരോ ഐറ്റം വൈസ് നമുക്ക് റിപ്പോർട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഇത് അതിനോട് കുറച്ചുകൂടി ഡിസ്പ്ലേ സൈസ് ഉള്ള മോഡലാണ്. കുറച്ചുകൂടി വലിയ ഷോപ്പുകൾക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള മെഷീനാണ്. ഇത് എയർടെൽ പ്രോ എന്നാണ് ഞങ്ങൾ പറയുന്നത്. ഇത് ആ സെയിം ഫീച്ചേഴ്സ് തന്നെയാണ്. പക്ഷെ എന്താ വ്യത്യാസം എന്നാൽ നമുക്ക് 2 ഇഞ്ച് പേപ്പറാണ് കിട്ടുന്നത്. ഇത് ബില്ല് ചൂടി വലുപ്പമുണ്ട്. 3 ഇഞ്ചിന്റെ പേപ്പർ പ്രിന്റാണ് നമുക്ക് കിട്ടുക. അതേപോലെ തന്നെ നമുക്ക് സിമ്പിൾ ആയിട്ട് നമുക്ക് ഓരോ ഐറ്റം നമുക്ക് എന്തൊക്കെയാണോ സെലക്ട് ചെയ്യാം. നമുക്ക് സെലക്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അപ്പോൾ തന്നെ നമുക്ക് ഇതിന്റെ ബില്ലും കിട്ടും. വളരെ എളുപ്പത്തിൽ നമുക്ക് ഇതിന്റെ ബില്ലും കിട്ടും. എത്ര രൂപ നമുക്ക് കസ്റ്റമറോട് മേടിക്കണം, കസ്റ്റമർ എത്ര രൂപ തന്നു, അങ്ങനെയൊക്കെ നമുക്ക് അറിയാൻ പറ്റും. ഇതിന്റെ എല്ലാത്തിനും റിപ്പോർട്ട് കിട്ടും എന്നുള്ളതാണ് ഈ മെഷീന്റെ ഒക്കെ പ്രത്യേകതയായിട്ട് വരുന്നത്. ഓക്കെ, അടുത്ത മെഷീൻ ആണെങ്കിലോ കുറച്ചുകൂടി ഹയർ ആയിട്ടുള്ള മോഡലാണിത്. ഇത് നമുക്ക് ശരിക്കും ആൻഡ്രോയിഡിലാണ് വരുന്നത്. ആൻഡ്രോയിഡിലെ ഒരു PC ആണ് നമ്മുടെ മെഷീൻ വരുന്നത്. ഇതേപോലെ തന്നെയാണ് നമ്മുടെ ഓപ്പറേഷൻസ് വരുന്നത്. എളുപ്പത്തിൽ നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. നമുക്ക് എങ്ങനെ കസ്റ്റമർ എത്ര പേയ്മെന്റ് തന്നു കഴിഞ്ഞാൽ നമുക്ക് അതിന്റെ എല്ലാത്തിൻ്റെയും നമുക്ക് ജസ്റ്റ് ഇതിന് പ്രിന്റ് നമുക്ക് എടുക്കാൻ വേണ്ടി പറ്റും.
ഇത് 3 ഇഞ്ച് പ്രിന്റാണ് വരുന്നത്. അതോടൊപ്പം നമ്മൾ ക്യാഷ് ഡ്രോവർ ഇതിന്റെ കൂടെ തന്നെ സെറ്റ് ആയിട്ട് വരുന്നുണ്ട്. ഈ ക്യാഷ് ഡ്രോവർ ഇത് ഓപ്പൺ ആയാലേ വരുള്ളൂ അല്ലേ? അതെ അതെ. നമുക്ക് ബില്ല് അടിക്കുമ്പോൾ ഓട്ടോമാറ്റിക്കായിട്ട് ക്യാഷ് ഡ്രോവർ ഓപ്പൺ ആയിട്ട് വരും. ഇതെല്ലാം നമുക്ക് വലിയ റെസ്റ്റോറൻറ്റിലൊക്കെ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഹയസ്റ്റ് ആയിട്ടുള്ള ഹൈ ടെക്നോളജി യൂസ് ചെയ്തുകൊണ്ടുള്ള മെഷീൻസ് ആണ്. എന്താ റേറ്റ് എത്രയാണ് വരുന്നത്? ഇത് ഡിഫറൻസ് 30,000 രൂപ മുതൽ ഇതിനകത്ത് മെഷീൻസ് എല്ലാം മാർക്കറ്റിൽ വരുന്നുണ്ട്. ഈ മെഷീൻസിനൊക്കെ സർവീസ് ഒക്കെ എങ്ങനെയാണ്? നമുക്ക് എത്ര വർഷമാണ് ഇതിന്റെ വാറന്റി ഒക്കെ വരുന്നത്? അവിടെയാണ് പ്രത്യേകത. പല കമ്പനികളും ഇത് സെയിൽസ് മാത്രമേ ചെയ്യുന്നുള്ളൂ. ഞങ്ങൾ തുടങ്ങിയ വർഷം മുതൽ 28 വർഷം മുമ്പ് തന്നെ ഞങ്ങളുടെ എല്ലാ മെഷീൻസിന്റെ സെയിൽസും സർവീസും സ്പെയർസും അവൈലബിൾ ആണ്. ഞങ്ങളുടെ ഒരു യൂണീക്നെസ് എന്ന് പറഞ്ഞാൽ അതാണ്. കാരണം ഞങ്ങൾ വിൽക്കുന്ന മെഷീൻസിന് എല്ലാത്തിന്റെയും സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നത് ഞങ്ങളാണ്. അതേപോലെ തന്നെ അതിന്റെ സ്പെയർസും ഞങ്ങളുടെ അടുത്ത് എപ്പോഴും ഉണ്ടാവും. അത് എത്ര വർഷം കഴിഞ്ഞ മെഷീൻസിൻ്റെതാണെങ്കിലും നിങ്ങൾ ഒഴിവാക്കുന്ന കാലത്തോളം പറഞ്ഞ പോലെ തന്നെ ഞങ്ങൾ സ്പെയർസ് ഞങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യാറുണ്ട്. ചില സന്ദർഭങ്ങളിൽ കമ്പനിയുടെ പറഞ്ഞ സ്പെയറിന് റേറ്റ് കൂടുമ്പോൾ മാത്രമേ നമുക്കത് വയബിൾ അല്ലാതിരിക്കുള്ളൂ. അല്ലെങ്കിൽ സ്പെയർസ് ഞങ്ങളുടെ അടുത്ത് എപ്പോഴും അവൈലബിൾ ആയിരിക്കും. ഈ ത്രാസ് ഒക്കെ നമ്മൾ സീൽ ചെയ്യുന്ന ഓപ്ഷൻ കൂടി ഉണ്ടല്ലോ? അതെ അതെ, തീർച്ചയായിട്ടും. ത്രാസ് സീൽ ചെയ്യുന്നത് ഞങ്ങൾ ചെയ്യുന്നുണ്ട്. ഞങ്ങളുടെ ടീം വന്ന് നിങ്ങളുടെ സൈറ്റിൽ വന്ന് മെഷീൻസ് എടുത്ത് കൊണ്ടുപോയി റിപ്പയർ ചെയ്ത് ഞങ്ങൾ ശരി നിങ്ങൾ സീൽ ചെയ്ത് തരും. വലിയ മെഷീൻസ് ഒക്കെ ആണെങ്കിൽ ഞങ്ങൾ ഓഫീസേഴ്സ് ഒക്കെ അവിടെ തന്നെ വരും. പിന്നെ വേറെ പ്രത്യേകത ഞങ്ങളുടെ കൊച്ചിൻ കമ്പനിക്ക് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് പ്രൈവറ്റ് ആയിട്ട് സ്റ്റാമ്പ് ചെയ്യാനുള്ള ലൈസൻസും കിട്ടിയിട്ടുണ്ട്. കേരളത്തിൽ ആകെ ഒരു കമ്പനിക്കേ കിട്ടിയിട്ടുള്ളൂ. അത് ഞങ്ങളുടെ കൊച്ചിൻ കമ്പനിക്കാണ് കിട്ടിയിരിക്കുന്നത്. നിങ്ങളിപ്പോ ഏതൊക്കെ പ്രമുഖ സ്ഥാപനങ്ങളാണ് കൊടുക്കുന്നത് കൂടുതലായിട്ടുള്ളത്? മിക്കവാറും നമ്മുടെ നാട്ടിലുള്ള മിക്കവാറും എല്ലാ ഹൈപ്പർ മാർക്കറ്റിലും ഞങ്ങളുടെ മെഷീൻസ് ആണ്. ജാം ജൂമിൽ ഞങ്ങളുടെ മെഷീൻസ് ഉണ്ട്, വേഗൻ മാർട്ടിലുണ്ട്, ഗ്രാൻഡ് ഫ്രഷ് ഞങ്ങളുടെ കസ്റ്റമറാണ്. അങ്ങനെ വലിയ ഹൈപ്പർ മാർക്കറ്റുകളെല്ലാം ഞങ്ങളുടെ മെഷീൻസ് ആണ് യൂസ് ചെയ്യുന്നത്. കൂടാതെ ഇപ്പൊ ഞങ്ങളുടെ വെയ് മെഷീന്റെ കാര്യം പറയുകയാണെങ്കിൽ മിക്കവാറും എല്ലാ ഹോസ്പിറ്റൽസിലും ബേബി സ്കെയിൽസ്, ബേബീസിനെ വെയിറ്റ് ചെയ്യാനുള്ള സ്കെയിൽസ്, പേഷ്യൻസിനെ വെയിറ്റ് ചെയ്യാനുള്ള സ്കെയിൽസ്, അങ്ങനെയുള്ള മെഷീൻസ് ഒക്കെ ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഈ കാണുന്ന സ്കാനർ ആണല്ലേ? അതെ അതെ അതെ. ഇത് നമ്മുടെ ഡെസ്ക്ടോപ്പ് സ്കാനർ ആണ്. അതേപോലെ തന്നെ ഇത് നമ്മുടെ ഹാൻഡ് ഹെൽഡ് സ്കാനർ ആണ്. അങ്ങനെ സ്കാനേഴ്സുകൾ. അതുകൂടാതെ നമുക്ക് ബില്ലിങ്ങിന് ആവശ്യം പേപ്പറുകൾ, ആക്സറീസ് ആയിട്ട് പേപ്പറുകൾ, അത് 2 ഇഞ്ച് 3 ഇഞ്ച് അങ്ങനത്തെ പേപ്പറുകളെല്ലാം ഞങ്ങൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ഏറ്റവും സിമ്പിൾ ആയിട്ട് നമ്മൾ കയ്യിൽ കൊണ്ട് കിടക്കാൻ പറ്റുന്ന ഒരു ബില്ലിംഗ് മെഷീനാണ്. അത് നമ്മൾ നേരത്തെ പോലെ സെയിം സോഫ്റ്റ്വെയറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. നമുക്ക് എളുപ്പത്തിൽ എത്രയാണോ കസ്റ്റമർക്ക് നമുക്ക് കൊടുക്കാനുള്ളത് നമുക്ക് എളുപ്പത്തിൽ ഇതേപോലെ തന്നെ നമുക്ക് ഇതിന് കസ്റ്റമർക്ക് നമുക്ക് ബില്ല് കൊടുക്കാൻ വേണ്ടി പറ്റും. വളരെ എളുപ്പത്തിൽ നമുക്ക് ബില്ല് കൊടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇത്രയും എത്ര ലെങ്ത്തിലാണ് എടുക്കാൻ പറ്റുന്നത്? അതെ അതെ. നമ്മുടെ ഐറ്റത്തിന്റെ വലിപ്പം കൂടുന്നതിനനുസരിച്ച് എണ്ണം കൂടുന്നതിനനുസരിച്ചിട്ട് ഈ റിപ്പോർട്ടും കൂടുതലായിട്ട് വരും. ഇത് 2 ഇഞ്ചിൽ വരുന്ന പ്രിന്ററാണ്. ഓക്കെ, ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് നമുക്ക് 12,900 മുതൽ ഇതിന് ഡിഫറെന്റ് വേരിയൻസ് സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മൾ ബില്ലിംഗ് സൊല്യൂഷൻ തന്നെയാണ്, ബില്ലിംഗിൽ വരുന്നത് തന്നെയാണ്. ഇലക്ട്രോണിക് ക്യാഷ് രജിസ്റ്റർ, ECR എന്നാണ് ഇതിന്റെ പേര്. വളരെ എളുപ്പത്തിൽ ഒരു ഐഡിയ ഇല്ലാത്ത ആളുകൾക്കും നമുക്കിത് യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതാണ് ഇതിന്റെ പ്രത്യേകത. നമുക്ക് എളുപ്പത്തിൽ നമുക്ക് എത്രയാണ് കോഫി എന്തൊക്കെയാണ് ഉള്ളത് നമുക്ക് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് ഇതിന്റെ മുകളിൽ ബില്ല് നമുക്ക് അടിക്കാൻ പറ്റും. ഓക്കെ, ഇതെന്താ റേറ്റ് വരുന്നത്? ഇത് 12,900 മുതൽ ഇതിന്റെ ചെറിയ മോഡൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് നമ്മുടെ ആവശ്യത്തിനനുസരിച്ച് എല്ലാ റേഞ്ചിലുള്ള മെഷീൻസ് ഞങ്ങളുടെ കയ്യിലുണ്ട്. ഇത് കൗണ്ടിങ് മെഷീൻ ആണ്? അതെ അതെ. ഇത് മണി കൗണ്ടിങ് മെഷീനാണ്, ക്യാഷ് കൗണ്ടിങ് മെഷീനാണ്. നമ്മൾ അധ്വാനിച്ച കാശിന് ഒരു കള്ളനോട്ട് വരിക എന്ന് പറയുമ്പോൾ നമുക്ക് ഭയങ്കര വിഷമമായിരിക്കും. അപ്പോൾ നമ്മൾ ഈ മെഷീൻസ് എല്ലാം കള്ളനോട്ട് പിടിക്കുകയും ചെയ്യും. കൃത്യമായ എണ്ണം നമുക്ക് അറിയാനും വേണ്ടി പറ്റും. ഇതിൽ നമുക്ക് ബേസിക് ആയിട്ട് എണ്ണം മാത്രം കിട്ടുന്ന ഒരു മെഷീനാണ്. WWC ഒരു മോഡലാണിത്. ഇതിൽ നമുക്ക് കൃത്യമായിട്ട് 68 എണ്ണം ഉണ്ട് നമുക്ക് അറിയാൻ വേണ്ടി പറ്റും. അങ്ങനെ ബേസിക് ആയിട്ട് എണ്ണ മാത്രം കിട്ടുന്ന ഒരു മെഷീനാണ്. അതോടൊപ്പം തന്നെ ഫേക്ക് നോട്ട് ഉണ്ടെങ്കിൽ അറിയാനും വേണ്ടി പറ്റും. ഫേക്ക് നോട്ട് കൃത്യമായിട്ടും ഫേക്ക് നോട്ടും അറിയാം. അതെ, ഈ മെഷീനിൽ നമുക്ക് അതിന് എണ്ണം കിട്ടും. അതോടൊപ്പം എത്ര വാല്യൂ ഉണ്ടെന്ന് അറിയാൻ വേണ്ടി പറ്റും. നമ്മൾ ബാങ്കിലേക്ക് കൊടുക്കാൻ വേണ്ടി പോകുമ്പോൾ നമുക്ക് എത്ര 200 ഉണ്ട്, എത്ര 500 ഉണ്ട്, എത്ര 100 ഉണ്ട് എന്നുള്ള എണ്ണം കൂടി നമുക്ക് കൃത്യമായിട്ട് അറിയാൻ പറ്റും. അത് നമ്മൾ വാല്യൂ കൗണ്ടിങ് മെഷീൻ ആണ് പറയുക. അപ്പോൾ ഇതിലാണെങ്കിൽ 44,000 രൂപയുണ്ട്, 135 പീസ് ഉണ്ട്, എത്ര 500 ഉണ്ട്, എത്ര 200 ഉണ്ട്, അങ്ങനെ കൃത്യമായ എണ്ണം നമുക്കിതിൽ അറിയാൻ വേണ്ടി പറ്റും. ഇതാണ് ഏറ്റവും കൂടുതൽ ഇപ്പം മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്ന മെഷീൻ. ഇത് നമുക്ക് കള്ളനോട്ട് പിടിക്കാനുള്ള ഓപ്ഷൻ? തീർച്ചയായിട്ടും ഇതിൽ നമുക്ക് കള്ളനോട്ട് പിടിക്കാനുള്ള ഫെസിലിറ്റി ഇതിലുണ്ട്. ഓക്കെ, ഇതൊക്കെ എന്താ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതൊക്കെ ബേസിക് ഒരു 7,900 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. 7,900 ഓൺവേർഡ്സ് എല്ലാ മെഷീൻസും സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. ഇത് കുറച്ചും കൂടി ഹൈ എൻഡ് മോഡലാണ് അല്ലേ? അതെ അതെ അതെ. ഇത് കുറച്ചുകൂടി ഹൈ എൻഡ് ആയിട്ടുള്ള മോഡലാണ്. നമ്മുടെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള CH ടെക്നോളജിയിൽ വരുന്ന മോഡലാണ്. ഈ മെഷീൻ്റെ പ്രത്യേകത എന്നുണ്ടെങ്കിൽ നമുക്ക് ഫ്രണ്ട് ലോഡ് നമ്മൾ ടോപ്പ് ലോഡിംഗ് ആണ് മെഷീൻ വരുന്നത്. നമ്മൾ ടോപ്പ് ലോഡിംഗ് ആണ് കറൻസി കൗണ്ട് ചെയ്യുന്നത്. കൂടാതെ നമുക്ക് ഫോറിൻ കറൻസീസ് വരെ കൗണ്ട് ചെയ്യാൻ പറ്റും. മണി എക്സ്ചേഞ്ചിലൊക്കെ യൂസ് ചെയ്യുന്ന മെഷീനാണിത്. നമുക്ക് നമ്മുടെ ഖത്തർ റിയാൽ, അങ്ങനെ സൗദി, അങ്ങനെയുള്ള ഏതൊക്കെ കറൻസീസ് വേണം അതെല്ലാം നമുക്ക് ചെയ്യാൻ പറ്റും. US ഡോളർ, യൂറോ, അതിൻ്റെ ഫേക്ക് നോട്ട് വരെ ഡിറ്റക്ട് ചെയ്യുന്ന ലേറ്റസ്റ്റ് മെഷീനാണ്. ഇതിൽ ഏറ്റവും വലിയ പ്രത്യേകത ഇതിൻ്റെ സീരിയൽ നമ്പർ നമുക്ക് ഇതിൽ ക്യാപ്ചർ ചെയ്യാൻ പറ്റും. പിന്നെ ഇതിൽ പ്രിൻ്റർ കണക്ട് ചെയ്തിട്ട് നമുക്ക് അതിൻ്റെ ഔട്ട്പുട്ട് എടുക്കാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇതെന്താ റേറ്റ് എത്രയാണ് വരുന്നത്? ഇത്
40+ വരുന്ന മോഡലാണിത്. 40,000 പിന്നെ വാറണ്ടിക്ക് എങ്ങനെയാ വരുന്നത്? ഇതെല്ലാം 1 year വാറണ്ടിയാണ്. ഇതിനൊക്കെ പ്രത്യേകത ഇതിന്റെ എല്ലാ സ്പെയർസും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. ഇതിലെല്ലാ മെഷീൻ്റെ സ്പെയർസും ഞങ്ങളുടെ അടുത്ത് അവൈലബിൾ ആണ്. കൂടാതെ സർവീസും ഞങ്ങൾ തന്നെയാണ് ചെയ്യുന്നത്. ഇത് നമ്മുടെ സിമ്പിൾ ആയിട്ടുള്ള സീലിംഗ് മെഷീനാണ്. നമ്മുടെ എന്തെങ്കിലുമൊക്കെ നമുക്ക് സീൽ ചെയ്യണമെങ്കിൽ നമുക്ക് യൂസ് ചെയ്യണമെങ്കിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന സീലിംഗ് മെഷീനാണ്. ഇതെല്ലാം വളരെ എളുപ്പത്തിൽ തന്നെ നമുക്ക് പാക്കുകളൊക്കെ സീൽ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും. ഇത് നമ്മുടെ ബ്രാൻഡിൽ തന്നെ, ത്രാസിൻ്റെ ബ്രാൻഡിൽ തന്നെ വരുന്ന മെഷീനാണ്. നമുക്ക് ഇതിന്റെ സൈഡിലൊക്കെ ഹീറ്റ് അതെ 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 നമ്മുടെ പാക്കിന്റെ തിക്നെസ്സിനനുസരിച്ചിട്ട് നമുക്ക് ഇവിടെ നമ്മുടെ ഹീറ്റൊക്കെ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി പറ്റും. പക്ഷെ നല്ല മോഡലാണ്. അതെ അതെ തീർച്ചയായിട്ടും. ഞങ്ങൾക്ക് കൂടുതലും സൂപ്പർ മാർക്കറ്റ് അങ്ങനെ ഞങ്ങളുടെ ക്ലയൻസ് ആണ് വരുന്നത്. അതുകൊണ്ട് ഞങ്ങൾ ക്വാളിറ്റിയിലൊന്നും ഒരു കോംപ്രമൈസ് ചെയ്യാൻ ഞങ്ങൾക്ക് പറ്റൂല. കാരണം വലിയ വലിയ സൂപ്പർ മാർക്കറ്റിലൊക്കെ ഇത് കേട് വന്നു കഴിഞ്ഞാൽ സർവീസ് ഞങ്ങൾ പോകണം. അപ്പോൾ അതുകൊണ്ട് ഇതിലൊന്നും ഞങ്ങൾ ഒരു ക്വാളിറ്റി ഒരു കോംപ്രമൈസ് ഞങ്ങൾ ചെയ്യാറില്ല. എന്താ റേറ്റ് വരുന്നത്? ഇത് 2000+ വരുന്ന മോഡൽസ് ആണ്. റേറ്റ് കുറഞ്ഞ മോഡൽസ് ഉണ്ട്. അങ്ങനെ ഡിമാൻഡ് ആണെന്നുണ്ടെങ്കിൽ ഞങ്ങൾക്ക് കൊടുക്കാൻ പറ്റും. ഇത് നമ്മുടെ ബാൻഡ് സീലിംഗ് മെഷീൻ ആണ്. നമ്മുടെ പാക്കറ്റൊക്കെ ഒരു പ്രൊഫഷണൽ രീതിയിൽ കൊണ്ടുവരണമെങ്കിൽ നമുക്ക് നല്ല ഭംഗിയായിട്ട് പാക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്ന മെഷീനാണ് ബാൻഡ് സീലിംഗ് മെഷീൻ. ഇത് ഡിഫറെന്റ് ടൈപ്സ് വരുന്നുണ്ട്. ഹൊറിസോണ്ടല്, വെർട്ടിക്കല്, ഇതിൽ തന്നെ നമുക്ക് നൈട്രജൻ ഫില്ലിംഗ് വരുന്നുണ്ട്. അങ്ങനെ നമ്മുടെ എന്താണ് നമ്മുടെ ആവശ്യം, നമ്മുടെ പാക്കിംഗ് അത്രമാത്രം പ്രൊഫഷണൽ ആവണം, ഭംഗി പിടിക്കണം എന്നൊക്കെ നമുക്ക് തന്നെ തീരുമാനിക്കാൻ വേണ്ടി പറ്റും. അത് ഡിഫറെന്റ് ടൈപ്സ് മെഷീൻസ് ഞങ്ങളുടെ അവൈലബിൾ ആണ്. ഇത് നമ്മുടെ സിമ്പിൾ ആയിട്ട് നമ്മുടെ വീടുകളിലൊക്കെ ഒരുപാട് ആളുകൾ അവരുടെ ഫുഡ് പാക്ക് ചെയ്തിട്ടും ഒക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ അവരങ്ങനെ സ്റ്റാർട്ടപ്പുകൾക്ക് വേണ്ടിയിട്ടുള്ള വില കുറഞ്ഞൊരു മോഡലാണ്. ഹെവി യൂസേജ് ഒന്നും പറ്റില്ല, ഒരു എക്കണോമി പർപ്പസ് അതിൽ വരുന്ന മെഷീനാണ്. ഇതൊക്കെ 10,000 റേഞ്ചിൽ വരുന്ന മെഷീൻസ് ആണ്. 10,000 ആണ്. അതെ അതെ. ഇതിപ്പോൾ നമ്മുടെ പ്രൊഡക്റ്റുകളിലൊക്കെ മാനുഫാക്ചറിങ് ഡേറ്റ്, ബാച്ച് നമ്പർ, MRP ഇതെല്ലാം നിർബന്ധമായി വേണമെന്ന് ഗവൺമെന്റ് റൂളുണ്ട്. അപ്പം നമ്മുടെ ഈ പാക്കുകളുടെ മുകളിൽ ഇതൊക്കെ നമുക്ക് സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റും. ഇതുപോലെ തന്നെ നമുക്ക് ഈ പെൻ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാം മാനുഫാക്ചറിങ് ഡേറ്റും ബാച്ച് നമ്പറൊക്കെ നമുക്ക് മോഡിഫൈ ചെയ്യാൻ പറ്റും. എന്നിട്ട് നമുക്ക് നമ്മുടെ പാക്കിൻ്റെ മുകളിൽ നമുക്ക് എഴുതുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന ഹാൻഡ് ഹെൽഡ് ഇൻജെക്ട് പ്രിന്ററാണ് ഈ മെഷീൻ. ഓക്കെ, ഒന്ന് കാണാൻ പറ്റുമോ? തീർച്ചയായിട്ടും തീർച്ചയായിട്ടും. ഇതിപ്പോ ഇതിൽ സെറ്റ് ചെയ്താണല്ലേ? ഈ കാണുന്ന സെറ്റ് ചെയ്തിട്ട് നമുക്ക് ഇതിലടിക്കാൻ വേണ്ടിയിട്ട്. അതെ അതെ അതെ. നമ്മുടെ പാക്കിന്റെ മുകളിൽ നമുക്ക് കൃത്യമായിട്ട് ഈ മാനുഫാക്ചറിംഗ് ഡേറ്റും ഇതെല്ലാം നമുക്ക് പ്രിന്റ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, ഇത്രയും സിമ്പിൾ ആയിട്ട് ചെയ്യാം. ഇത് പോരുന്നില്ലല്ലോ? ഇല്ല ഇതൊന്നും ആവില്ല, ഇവിടെ ഉണ്ടാവും. ഓക്കെ ഓക്കെ. എന്താ റേറ്റ് വരുന്ന മെഷീന്? ഇത് 11,500 മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നത്. ഇൻക്ജെറ്റ് ആണല്ലേ? അതെ അതെ അതെ. നമുക്ക് എത്ര പ്രിന്റർ എടുക്കാൻ സാധിച്ചു? നമ്മുടെ ലെറ്റേഴ്സ് അനുസരിച്ചിരിക്കും. എന്നാലും നമുക്ക് ഒത്തിരി പ്രിന്റ് ഇതിൽ ഓൾറെഡി വരുന്നുണ്ട്. ഓക്കെ ഓക്കെ. കാറ്റഡിച്ചൊക്കെ അധികം വില വരുന്നുണ്ട്? അതെ അതെ. കാറ്റഡിച്ചൊക്കെ നമുക്ക് വന്നിട്ട് ഒരു 4,000 റേഞ്ചിലേ വരുന്നുണ്ട്. 4,000. അതെ, നമ്മൾ 28 വർഷത്തെ ഞങ്ങൾ ഉണ്ടാക്കിയെടുത്തത് കഴിഞ്ഞാൽ 85,000 കസ്റ്റമേഴ്സിന്റെ വിശ്വാസമാണ്. അതപ്പോൾ നമ്മൾ കേരളം മുഴുവൻ നമ്മൾ സപ്ലൈ ചെയ്യുന്നുണ്ട്. കേരളം മുഴുവൻ ഞങ്ങൾ സർവീസും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. എല്ലാ ജില്ലയിലും ഞങ്ങൾക്ക് സർവീസ് സെന്റേഴ്സ് ഉണ്ട്. അപ്പം ഈ ഇലക്ട്രോണിക് വെയിങ് സ്കെയിൽ ആണെങ്കിലും നിങ്ങൾക്ക് എന്താണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ അതിനനുസരിച്ചിട്ട് ഞങ്ങൾക്ക് മെഷീൻ ഡിസൈൻ ചെയ്യാനും അത് മാനുഫാക്ചർ ചെയ്യാനും ഞങ്ങൾക്ക് പറ്റും. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ എന്തെങ്കിലും കൂടാതെ നമുക്ക് ഫിനാൻഷ്യൽ എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളുണ്ടെങ്കിൽ നമുക്ക് ബജാജ് EMI ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ എല്ലാ മെഷീൻസിനും നമ്മുടെ 1 year വാറണ്ടി ഞങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. ചില മെഷീൻസ് മിക്കവാറും പല മെഷീൻസ് ഞങ്ങൾ കസ്റ്റമർ സൈറ്റിൽ തന്നെ പോയിട്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അങ്ങനെ എല്ലാ സൗകര്യങ്ങളാണ് ത്രാസിൻ്റെ നിങ്ങൾക്ക് വേണ്ടി ഒരുക്കുന്നത്. ത്രാസിൻ്റെ വെറും വിൽക്കൽ മാത്രമല്ല, വിറ്റ് കഴിഞ്ഞാൽ നിങ്ങളത് ഉപയോഗിക്കുന്നുണ്ട്, വൃത്തിയായി ഉപയോഗിക്കുന്നുണ്ടെന്ന് കൂടി ഞങ്ങൾ ഉറപ്പുവരുത്തുന്നുണ്ട്. ഓക്കെ, താങ്ക് യു.